കുതിരപ്പട അണിയിൽ മുന്നോട്ട്, രാജാവ് പുറത്ത്, കുതിരയ്ക്ക് ഒരാള്. കറുവഞ്ചേരി കുറുപ്പിനോട് കളിക്ക്. രാമപാദം ചേരനേ മുകുന്ദ രാമപാതിമ. നോക്കണേ, ചതുരംഗം കൊണ്ടൊരിരിപ്പ്. ചതുരംഗത്തിന് മാത്രമല്ല, പകിടയ്ക്കും പുറകോട്ടല്ല കറുവഞ്ചേരി കുറുപ്പെന്ന് പൊന്നാപുരം കേളുവിനെ അറിയിക്കണുണ്ട്. കണ്ടോളൂ പാട്ടി. ഭ്രാന്തല്ലാണ്ട് എന്താ? ത്രിസന്ധി സമയത്ത് രാവില്ല, പകലില്ല, ഊണില്ല, ഉറക്കമില്ല, ഈ ഇരിപ്പ് തന്നെ. കണ്ടോ? കണ്ടു. എന്നിട്ട് കൈ കഴുകുന്നുണ്ടോ? വന്ന് പാലും പഴവും കഴിക്കുന്നു. എടി കുഞ്ഞിപ്പണ്ണേ, എന്താ ആ പാലും പഴം ഇങ്ങോട്ട് എടുക്കും? ദാ കൊണ്ടുവരുന്നേ. എണീക്കും നിങ്ങളോട്. എന്റെ ദേവി, ഈ കമ്പം കറുവഞ്ചേരി തറവാടിനെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് എനിക്ക് ഏതും അറിവില്ലേ? എനിക്കറിയാമല്ലോ. കേളുമൂപ്പന്റെ പുന്നാപുരം കോട്ടയിലെത്തിക്കും. ചതുരംഗം വെച്ചും പകിട ഉരുട്ടിയും കേളുവിനെ ഞാൻ തോൽപ്പിക്കും. കോട്ട പിടിച്ചടക്കും. കേളുമൂപ്പന്റെ അനന്തരത്തിൽ ഒരു തേയെയും മാളൂനെയും നമ്മുടെ മക്കൾക്ക് പിടിച്ചു കൊടുക്കും. മക്കൾക്ക് വേണ്ടെങ്കിലോ? കമോനും കനാരനും വേണ്ടെന്നോ? കേളുവിന്റെ മരുമക്കള് വേണ്ടെന്നോ? കുന്നത്ത് കൊന്ന പൂത്ത പോലെ നിൽക്കുന്ന പെൺകുടികളെ കണ്ടാൽ വിട്ടിട്ട് പോരണ ആണുങ്ങൾ ആരാനും ഉണ്ടോ പാട്ടിയെ? അങ്ങോട്ട് ചെല്ലേ വേണ്ടു. കേളുവിനോട് ഒരു കൈ നോക്കാൻ ഞാൻ ഏറെയാണ്, പയറ്റിനായാലും പകിടക്കായാലും. ആ മൂപ്പന്റെ മന്ത്രവും മായാജാലും നിങ്ങൾക്കാവൂ? അതിനല്ലേ കാളികാവിലെ മഹാമന്ത്രവാദിന്റെ അടുത്തേക്ക് കനാരനെയും കമ്മൂനെയും ആരും അറിയാണ്ട് അയച്ചിരിക്കണത്. ഏതിനും മക്കള് പൊന്നാപുരം കോട്ടയിലേക്ക് പോകും മുമ്പ് ഞാനൊന്ന് പോണുണ്ട്. പണക്കിഴികളൊക്കെ കെട്ടിവെച്ച് കഴിഞ്ഞു. കുട്ടിയോളെ കാളികാവിലേക്ക് അയക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ പൊന്നാപുരം കോട്ടയെ പറ്റി കേട്ടേടം കൊണ്ട് കേളുമൂപ്പനെ വകവരുത്തണമെന്ന് തോന്നി അല്ലേ? അതെ. പെണ്ണായി പിറന്നുള്ളെങ്കിലും ഉപ്പാട്ടി കുശിലുണ്ട്. എന്തൊക്കെ കഥകളാണ് കേൾക്കുന്നത്. ആ കോട്ടയിൽ ചെന്ന് എത്ര തറവാട് നശിച്ചു. എന്റെ മക്കളെ കൊണ്ടെങ്കിലും ഇനിയുള്ളവർ രക്ഷപ്പെട്ടാൽ അത്രയുമായി. കോട്ട തകർക്കണം, കേളുവിനെ കൊല്ലണം. കളിച്ചും കള്ളച്ചെറിയിലും കേളു കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന പണമൊക്കെ എടുക്കണം. എന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടവർക്കായി വേദിക്കണം. അത് വേണോ? പാകീട പാകീട. കണ്ടോ പവിട ഉരുട്ടാൻ കണ്ടത്? കാലാകാലമായി തറവാട്ടിലിരിക്കുന്ന മാണിക്യം ആവശ്യമുണ്ടായിട്ട് തന്നെ അറ തുറന്നെടുത്തത്. എന്തൊക്കെ വരുത്തി വെക്കാനാണോ ഭാവം? എന്റെ ഉണ്ണികളെ ഞാൻ കാളികാവിലമ്മേന്റെ കയ്യിൽ ഏൽപ്പിക്കണം. എന്റെ ചാമുണ്ടേശ്വരി. കളാരാ ഗുരു, നീ മന്ത്രങ്ങളും മായാവിദ്യകളും പഠിച്ചു. ഇനി പുറത്തൂടെ കുഞ്ഞുങ്ങളെ, പുറത്തൂടെ. ഈ നാളിൽ സരിച്ച് ഉദയനും ചാപ്പലും ആ കോട്ടയിൽ നിന്ന് തടിതപ്പി പോന്നേ ഉള്ളൂ. ഒരിക്കൽ പയ്യാമ്പള്ളി കണ്ടു. ശുദ്ധനായ കണ്ണവ തേനാലിക്ക് അത് കഴിഞ്ഞില്ല.
നാടിന് വേണ്ടപ്പെട്ട ഒരു മനുഷ്യനെ കൂടി പുന്നാപുരം കോട്ട കൊന്നു. എന്തെല്ലാം കഥകളാണ് കേൾക്കുന്നത്. എത്ര കന്യകമാരെയാണ് നാടായ നാട്ടിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടുപോയി കേളുമൂപ്പൻ മാനഭംഗപ്പെടുത്തിയിരിക്കുന്നത്. അനുസരിച്ചില്ല അല്ലേ? നാളേക്ക് നിന്നിവിടെ കാണും. ഈ നാട് ഗതി പിടിക്കണമോ പുന്നാവരെ കൂട്ടം നശിക്കണം. ആ കേളുമൂപ്പൻ ഒട്ടിക്കണം. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി വാളെടുക്കുന്നവർക്ക് ആ കോട്ടയിലെ കൊള്ളതായ്മ കണ്ടു നിൽക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും വാൾമുനയിൽ തീർക്കുന്നത് കഷ്ടം തന്നെ. എങ്കിലും ഓരോന്ന് കേൾക്കുമ്പോൾ ഈ നാട്ടുകാരന്റെ മുഖത്ത് നോക്കി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. പാലൂര് മൂത്ത നമ്പ്യാര് പുന്നാവരത്തെത്തി ഈ കുടുംബത്തെല്ലാം ഒരു അറുതി വരുത്താൻ ഭാവമുണ്ടോ എന്ന്. ഏതിനും ഞാനൊന്ന് പോകാൻ തന്നെ ഉറച്ചു. ഒരു അവസാനം കാണണ്ടേ? പാൽക്കഞ്ഞി വിളമ്പട്ടോ. തെല്ല് കഴിഞ്ഞു മതി. പൊറുക്കണം. കേളുമൂപ്പന്റെ എല്ലാ വെല്ലുവിളിക്കും ഇവിടുന്ന് തയ്യാറാവണ്ടേ? വേണം, തയ്യാറാവണം. മന്ത്രവാദം ഉണ്ടെന്നാ കേൾവി. വരുമ്പോലൊക്കെ വരും. ഈശ്വരനുണ്ടല്ലോ. ആ മാനയും കഞ്ഞിയും മക്കള് കളരിയിൽ പയറ്റി തെളിയണം. പൊരുതുക മാത്രമല്ല, പൊരുത് മരിക്കുകയും ചെയ്യും. പാലൂരെ വലിയ തമ്പുരാന്റെ പൊൻകുടങ്ങളുമല്ലേ? ചൊല്ലി പറഞ്ഞു കൊടുക്കേ. കുട്ടികളൊന്ന് വെട്ടട്ടെ, നമുക്കിത് ബ്ലഡ് കേട്ടോ. കുഞ്ഞുങ്ങളെ, ഇനി നമുക്കൊന്ന് നോക്കാം. ഇടംപിരി വലംപിരി തക്കം നോക്കി പൂഴിക്കിടക്കും. രൈലോട് കളിക്കും. അതെ അച്ഛാ, രൈരുവിന് വായ്ത്താളം ഏറിപ്പോയി. മക്കൾ അറിഞ്ഞില്ലേ? അച്ഛൻ പൊന്നാവരം കോട്ടയ്ക്ക് പുറപ്പെടുന്നു കേളുമൂപ്പനെ നേരിടാൻ. അമ്മ കരുതിയോ അച്ഛനെ ഞങ്ങൾ പോകാൻ വിടില്ലെന്ന്? അച്ഛൻ എങ്ങും പോകണ്ട. പോകണം മോളെ. പുന്നാപുരം കോട്ട പൊടി ബാധിക്കാതെ പറ്റില്ലെന്നായിരുന്നു. പക്ഷെ ഒന്നുണ്ട്, എണ്ണിത്തൊട്ട് 7 നാൾക്കുള്ളിൽ മടങ്ങി വന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ എത്തും. അത് വേണ്ടി വരില്ല. അതെ, അച്ഛൻ തിരിച്ചെത്തുമ്പോൾ മോക്ക് എന്താ കൊണ്ടുവരേണ്ടത്? കാളികാവിലെ വേലിക്കണിയാൻ നാദപുരത്ത് അങ്ങാടിയിൽ നിന്നും ഒരു നാഗമാല. മോക്ക് കല്യാണപ്പന്തലിൽ കഴുത്തിലടിയും ചെയ്യാം. കന്നിക്കോ? എനിക്ക് നിനക്ക് കൈക്കരുത്തും കരളുറപ്പുമുള്ള ഒരു പുരുഷനായിക്കോട്ടെ. 1 or 2 ആയിക്കൊള്ളട്ടെ. അപ്പോ കന്നിക്ക് കാതിപ്പൂ, ബാലയ്ക്ക് നാഗമാല, കുഞ്ഞിക്കുട്ടിക്ക് ഒരു മുപ്പച്ചീലപ്പെട്ട. അപ്പൊ രൈലുവിനോ? നിനക്ക് 6 മുഴം കത്തിയാകും.